പണ്ടൊക്കെ പെണ്ണുങ്ങൾ വൈകുന്നേരമായ പുറത്തിറങ്ങാറില്ല. ഈ അടുത്ത് കാസർഗോഡ് ജില്ലയിൽ ഗാനമേള നടന്നപ്പോ അല്ലാഹുവേ തല്ലുകൊണ്ടപ്പോ പെണ്ണുങ്ങളും ഉണ്ടായിരുന്നു. അതാ പടച്ചവര് ബേക്കൽ പരിപാടി നടത്തുമ്പോ അവിടെയും പടച്ചവനെ പെങ്ങന്മാരുണ്ടായിരുന്നു. മുസ്ലിം ഉമ്മത്തേ, ഇത് വല്ലാത്ത കളിയാ, ഇത് വല്ലാത്ത ആഘോഷമാ. ഇത് പറയുമ്പോ യുവതലമുറ പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളൊക്കെ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല, നിങ്ങളൊക്കെ എത്ര വയത് പറഞ്ഞിട്ടും കാര്യമില്ല. ജീവിതമെന്ന് പറയുന്നത് ആസ്വദിക്കാറുള്ളതാ, ജീവിതമെന്ന് പറയുന്നത് അടിച്ചു പൊളിക്കാനുള്ളതാ എന്ന് പറയുന്നവനെ പരിഹസിക്കുന്ന കാലമാണ്. അത് ആലിമാണെങ്കിലും, അത് കമ്മറ്റിക്കാരാണെങ്കിലും, അത് ഉസ്താദന്മാരാണെങ്കിലും, അത് കുടുംബക്കാരാണെങ്കിലും തന്തവൈബിന്റെ കാലമല്ലേ. സ്വന്തം വാപ്പയെ പോലും കളിയാക്കുന്ന യുവത്വമേ, അവിടെയും ഇവിടെയും തിരിഞ്ഞു നടക്കുന്ന 10ഉം 12ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികള്, 10ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികള് ആ സമയങ്ങളിൽ പല സ്ഥലങ്ങളിലും നടക്കുന്നത് കാണുമ്പോ മക്കളെ നിങ്ങൾ എവിടെ പോവുകയാണ്? ചോദ്യം ചെയ്യുന്നവരെ കളിയാക്കുന്നവരുണ്ടോ, പരിഹസിക്കുന്നവരുണ്ടോ, അവരെ ഒറ്റപ്പെടുത്തുന്നവരുണ്ടോ? എന്റെ പ്രിയപ്പെട്ട, സദക്ക കൊടുക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പടച്ചവനെ, നമ്മൾ പള്ളി പണിയാണ് സദക്ക കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്, ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്, ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടെ ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടെ ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ, മറ്റുള്ളവർക്ക് അതൊരു പടച്ചവനെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു, നബി തങ്ങൾ അവിടെ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബാ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ, അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ
മൂന്നാമതും എഴുന്നേക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങളെ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദ് നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തൊന്ന് ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കേണ്ട താമസം മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത്. പടച്ചവനെ, വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. പേര് ഉസ്മാൻ. പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തില് റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ, ആരാ സ്വഹാബ, ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല, നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ. അവിടെ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ.
ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ, വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ, പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്, പടച്ചവരെ കിണറ്റിലെ വെള്ളം പറ്റി പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ, ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ തങ്ങളുടെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. 83 വയസ്സ് വരെ ജീവിച്ച സഹാബിയാണ് സയ്യിദുനാ ഉസ്മാൻ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അത്ഭുതപ്പെട്ടു പോകും ചെറുപ്പക്കാരാ, സങ്കടം വന്നു പോകും മോനെ. ആ സ്വഹാബികളുടെ ചരിത്രം വായിച്ചാൽ അറിയാതെ കരഞ്ഞു പോകും. അതാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇസ്ലാമിന്റെ 3ാമത്തെ ഖലീഫയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അവിടെ നിന്ന് വായിച്ചു നോക്ക്. അവിടുത്തെ പ്രത്യേകത എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2026 ജീവിക്കുന്ന ഉറൂസിന്റെ അവസാന ദിവസം പടച്ചവനെ 11 മണി കഴിഞ്ഞ് 11:30 ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന 1ാമത്തെ കാര്യം എന്തെന്നറിയോ? ഉസ്മാൻ തങ്ങളുടെ പ്രത്യേകത എന്തെന്നറിയോ? ഇന്നത്തെ യുവതലമുറ പഠിക്കട്, ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കട്. മുസ്ലിമാണെന്ന് പറഞ്ഞ് നടക്കുന്ന നമ്മളെല്ലാവരും പഠിക്കേണ്ട 1ാമത്തെ പാഠം എന്തെന്നറിയോ? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ 1ാമത്തെ ക്വാളിറ്റി എന്താ? അവിടുത്തെ ജീവിതമെടുത്ത് പഠിച്ചു നോക്കടോ. 1ാമത്തെ ക്വാളിറ്റി എന്തെന്നറിയോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു.
ഉസ്മാൻ തങ്ങൾക്കൊരു സ്വഭാവ ഗുണമുണ്ടായിരുന്നു. എന്താണ് ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം എന്നറിയോ? വല്ലാത്ത ലജ്ജയായിരുന്നു ചെറുപ്പക്കാരാ. ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ലജ്ജയായിരുന്നു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി പടച്ചവനെ വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. വല്ലാത്ത ലജ്ജയായിരുന്നു. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നി. ഉസ്മാൻ തങ്ങളുടെ ലജ്ജ കണ്ടിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ ഉണ്ടല്ലോ, ആ മലക്കുകൾക്ക് പോലും അത്ഭുതം തോന്നുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഉസ്മാൻ തങ്ങളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ആദ്യം അബൂബക്കർ തങ്ങളാണ് മുസ്ലിമായത്, പിന്നെ അലിയാർ തങ്ങള്, മഹാനായ ഹദാ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു തആല അൻഹു, നാലാമനായി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, നാലാമനായി ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുത്ത് കടന്നു വന്ന സ്വഹാബി ഉമർ തങ്ങൾ 40-ാമനായിട്ടാണ് മെമ്പർഷിപ്പ് എടുത്തത്. ആ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവത്വമേ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളുടെ ഉറൂസ് മുബാറക്കിനെ കടന്നു വന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു നാലാമതായി മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. മുത്തുനബിയുടെ മുമ്പിൽ വന്ന് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായടോ. പടച്ചവനെ, ഉസ്മാൻ തങ്ങൾ മുസ്ലിമായി 83 കൊല്ലം ജീവിച്ചടോ. 83 വയസ്സിലാണ് മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ലോകത്തോട് വിട പറയുന്നത്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച വലത് കൈയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്ത ആ വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് മരിക്കുന്നത് വരെ ഉസ്മാൻ തങ്ങളെ സ്വന്തം ഔറത്തിൽ പോലും തൊട്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈ തൊട്ട വലത് കൈയുണ്ടല്ലോ, നബി തങ്ങളുടെ കയ്യിൽ മുസാഫഹത്ത് ചെയ്ത വലത് കൈയുണ്ടല്ലോ, ആ വലത് കൈ കൊണ്ട് 83 വയസ്സ് വരെ ജീവിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വേറെ ആരുടെയുമല്ല, സ്വന്തം ഔറത്തിൽ പോലും ആ വലത് കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം മുത്തുനബി തൊട്ട കൈയാണല്ലോ, അല്ലാഹുവിന്റെ റസൂൽ പിടിച്ച കൈയാണല്ലോ. ആ കൈ കൊണ്ട് സ്വന്തം ഔറത്തിൽ പോലും തൊടാനും ആ സഹാബിക്ക് പേടിയായിരുന്നടോ. വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത നാണമായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ മറ്റൊരു ഹദീസ് എടുത്ത് വായിച്ചു നോക്കടോ. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ ഇങ്ങനെ ചാരിയിരിക്കുകയാണ്. ആയിഷ ബീവിയുടെ ചാരത്ത് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അല്ലാഹുവേ, അപ്പോഴാണ് വീടിന്റെ വാതിൽ ഒരു സലാം കേൾക്കുകയാ. നബി തങ്ങൾ ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ ഇങ്ങനെ തലവെച്ച് കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. ആരാ? സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ കടന്നടോ. ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ച് നബി തങ്ങൾ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കടന്നു. അബൂബക്കർ തങ്ങൾ നബി തങ്ങളുടെ ചാരത്ത് വന്നു. അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ഇറങ്ങിപ്പോയി. കുറച്ച് കഴിയുമ്പോ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് സലാം പറഞ്ഞുകൊണ്ട് കടന്നു വരികയാണ്. നബി തങ്ങൾ അങ്ങനെ തന്നെ കിടന്നടോ, അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ തന്നെ കിടന്നു. പടച്ചവനെ അതാ ഉമർ തങ്ങൾ കടന്നു വന്നു, അല്ലാഹുവിന്റെ റസൂലിനോട് സംസാരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഉമർ തങ്ങൾ ഇറങ്ങിപ്പോയി. അതാ മൂന്നാമത് സലാം കേൾക്കുന്നു. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉസ്മാൻ തങ്ങളുടെ ശബ്ദം കേട്ടപ്പോ റസൂലുള്ളാഹിയുടെ വീടിന്റെ മുമ്പിൽ വന്നിട്ട് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് എഴുന്നേൽക്കുകയാ. ആയിഷാ ബീവിയുടെ മുമ്പില് മടിയിലെ തല വെച്ച് കിടന്ന നബി തങ്ങൾ എഴുന്നേൽക്കുകയാ. എഴുന്നേൽക്കുക മാത്രമല്ല, കമീസ് അല്പം പൊങ്ങിയിരുന്നടോ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധരിച്ചിരുന്ന ആ വസ്ത്രമൊന്ന് അല്പം ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിരുന്നു. ഔറത്തല്ല, ഒരല്പം ഭാഗം മുകളിലേക്ക് ഉയർന്നിരുന്നു. നബി തങ്ങൾ അത് പിടിച്ച് നേരെയിട്ടു. അല്ലാഹുവിന്റെ റസൂൽ വസ്ത്രം നേരെയിട്ടു. ആയിഷാ ബീവിയുടെ മടിയിൽ നിന്ന് നബി തങ്ങൾ എഴുന്നേറ്റിരുന്നു. അതാ ഉസ്മാൻ തങ്ങൾ മുത്തി നബിയുടെ ചാരത്ത് കിടന്നു വന്നു. അവിടെ നിന്ന് പടച്ചവനെ പരസ്പരം സംസാരിച്ചു. ഉസ്മാൻ തങ്ങൾ അവിടെ നിന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയപ്പോ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുന്നു, നബിയേ യാ റസൂലല്ലാഹ്, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ നബിയേ, വാപ്പ വന്നപ്പോ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ അതുപോലെ തന്നെ കിടന്നല്ലോ, ഉമർ തങ്ങൾ വന്നപ്പോഴും അതുപോലെ കിടന്നല്ലോ, ആ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, പക്ഷേ ഉസ്മാൻ തങ്ങൾ വന്നപ്പോ എന്തേ നബിയേ എഴുന്നേറ്റത്, എന്തേ നബിയേ വസ്ത്രം നേരെയിട്ടത്, എന്താണ് അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ മറുപടി, ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ, എന്റെ ഉസ്മാനിന് അത് ഇഷ്ടപ്പെടില്ല ആയിഷ, എന്റെ ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാണ്. മലക്കുകൾ പോലും ഉസ്മാനിന്റെ ലജ്ജ കണ്ടിട്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട് ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയാണ്, എന്റെ പ്രിയപ്പെട്ടവര്, ഉസ്മാൻ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? വല്ലാത്ത ലജ്ജയായിരുന്നു, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്നാ 2026 ജീവിക്കുന്ന മുസ്ലിമേ, നഷ്ടപ്പെട്ടു പോയ ഒരു അമൂല്യമായ ദിദിയാ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കുക, എന്റെ പ്രിയപ്പെട്ടവരെ സദക്ക കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ലഹരിയായി കണ്ടിരുന്നു. എത്ര കൊടുത്താലും മതി വരില്ല, എത്ര വാരിക്കോരി കൊടുത്താലും മതി വരില്ല. മഹാനായ സ്വഹാബിയായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത എന്താ? മുമ്പിൽ വരുന്ന ഒരാളെയും ആ സ്വഹാബി വെറും കൈയോടെ മടക്കാറില്ല. ഒരുപാട് സമ്പത്തുണ്ടായിരുന്ന സ്വഹാബിയാണ്. പടച്ചവനെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പഠിക്കണമടോ. നമ്മളുടെ അടുക്കൽ പടച്ചവനെ നമ്മൾ പള്ളി പണിയാണ് സദക്ക കൊടുക്കണം, ഹിഫ്ള് കോളേജിന്റെ പണിയാണ് കൊടുക്കണം. നമ്മൾ പറയും ഒരു വട്ടം കൊടുത്തതാ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതാ എന്ന് പറയുന്നവര്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം എന്തെന്നറിയോ? അതാ തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ, തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കണം സ്വഹാബാ. ആരാവുള്ളത്? പടച്ചവന്റെ ദീനിനെ സഹായിക്കാൻ ആരാവുള്ളത്? അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്, ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേൽക്കുകയാണ്, ഒന്നാമനായി ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നു, മുത്തുനബിയേ, 100 ഒട്ടകവും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. ഉസ്മാൻ റളിയല്ലാഹു
റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകതയാ. അവിടുന്ന് ആദ്യമായിട്ട് എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, 100 ഒട്ടകവും അതിന്റെ മുകളിലുള്ള കട്ടിലും ഞാൻ തരാ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സന്തോഷമായടോ. പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി അവിടുന്ന് ദുആ ചെയ്യുകയാ. സദഖ കൊടുത്താ ദുആ ചെയ്യണമല്ലോ. പടച്ചവനെ മറ്റുള്ളവർക്ക് ചെയ്യാൻ അതൊരു മനസ്സുണ്ടാകാനുള്ള കാരണമാകുമല്ലോ. അതുകൊണ്ട് നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു 100 ഒട്ടകങ്ങളെയും അതിന്റെ മുകളിൽ വെക്കാനുള്ള കട്ടിലും സദഖ ചെയ്തിരിക്കുകയാണ്. നബി തങ്ങൾ ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ ചോദിച്ചു, ഇനി ആരാ സഹാബ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ആരാ ഉള്ളത്? അതാ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ രണ്ടാമതും എഴുന്നേൽക്കുകയാണ്. നബിയേ, 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 കൊടുത്തതെങ്കിൽ, 100 ഒട്ടകക്കട്ടിലാണ് കൊടുത്തതെങ്കിൽ, രണ്ടാമത് ഉസ്മാൻ തങ്ങൾ പറയുന്നു 200 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. നബി തങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്നിട്ട് നബി തങ്ങൾ മൂന്നാമത് ചോദിക്കുന്നു, ആരാ സ്വഹാബ? അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ, അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ ഇനി ആരാണുള്ളതെന്ന് ചോദിക്കുമ്പോ അനയാ റസൂലല്ലാഹ്. ഉസ്മാൻ തങ്ങൾ മൂന്നാമത് എഴുന്നേൽക്കുകയാണ്. നബിയേ, 300 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. ആദ്യം 100 പറഞ്ഞത്, പിന്നെ 200 പറഞ്ഞത്, പിന്നെ 300 പറയുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ദുആ ചെയ്തു. സ്വഹാബത്ത് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എങ്ങാനും ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ ഉസ്മാൻ തങ്ങൾ തന്റെ സമ്പത്ത് മുഴുവനും കൊടുക്കുമായിരുന്നു. തന്റെ സമ്പാദ്യം തീരുന്നത് വരെ നബി തങ്ങളെ ചോദിക്കുമ്പോ ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് വല്ലാത്ത ഒരു സ്വഭാവമായിരുന്നടോ. ഉസ്മാൻ തങ്ങളുടെ വല്ലാത്ത ഒരു ഗുണമായിരുന്നു. അല്ലാഹുവേ, മറ്റൊരു സമയത്ത് നബി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ സഹായിക്കണം, യുദ്ധത്തിന് പോവുകയാണ്. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടി മസ്ജിദുൻ നബവിയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 9 സഹോദരാ, 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയേ. 50 കുതിരകളെ ഞാൻ തരാ നബിയേ. ഉസ്മാൻ തങ്ങളുടെ സമ്പത്തും ചിന്തിച്ചു നോക്കടോ. 950 ഒട്ടകങ്ങള്, 50 കുതിരകള്, 10,000 സ്വർണ്ണ നാണയങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കേണ്ട താമസം. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സദഖ കൊടുത്തത് പടച്ചവനെ വല്ലാത്ത ഒരു മനസ്സായിരുന്നു. നമ്മളൊക്കെ മദീനത്ത് പോകാറുണ്ടല്ലോ, ഒരുപാട് തോട്ടങ്ങൾ കാണാറുണ്ടല്ലോ. ഉസ്മാൻ പടച്ചവനെ, ഉസ്മാൻ തങ്ങളുടെ കിണർ കാണാൻ സഹോദരാ. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ റോമ കിണറെന്ന് പറയുന്ന ഒരു കിണറുണ്ടായിരുന്നു. വെള്ളത്തിന് വല്ലാത്ത ക്ഷാമമായിരുന്നു. മുസ്ലിമീങ്ങളെ വെള്ളമെടുക്കാൻ പോകുമ്പോ ആ യഹൂദിയായ മനുഷ്യൻ അവിടെ നിന്ന് മുസ്ലിമീങ്ങൾക്ക് വെള്ളം കൊടുക്കില്ലായിരുന്നു. മുസ്ലിമീങ്ങൾ വെള്ളം കോരാൻ പാടില്ല. അല്ലാഹുവേ, സ്വഹാബത്തിന് വല്ലാത്ത സങ്കടമായി. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുമ്പിൽ വന്ന് പരാതി പറഞ്ഞപ്പോ, ആരാ സ്വഹാബ, ആ കിണർ ആരാണ് മേടിച്ചു കൊടുക്കുന്നത്? സ്വർഗത്തിലൊരു കിണർ പടച്ച റബ്ബ് തരുമെന്ന് പറയുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു
ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, ആ കിണറിന്റെ ഉടമസ്ഥനായ യഹൂദിയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാ. എന്നിട്ട് പറഞ്ഞു, ഈ കിണർ നിങ്ങൾ വിൽക്കണം, ഈ കിണർ എനിക്ക് തരുമോ, ഈ കിണർ എനിക്ക് തരുമോ? അല്ലാഹുവേ, ആ മനുഷ്യൻ പറഞ്ഞു, കൊടുക്കൂല, നിങ്ങൾ ചോദിക്കുന്നത് തരാ, ഈ കിണറിന് വേണ്ടി നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ തരാ. യഹൂദിയായ മനുഷ്യൻ 35,000 വെള്ളി നാണയങ്ങളാ ചോദിച്ചത്. ആ കിണറിന് പകരമായിട്ട് 35,000 വെള്ളി നാണയം ചോദിച്ചപ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു 35,000 വെള്ളി നാണയം എണ്ണി കൊടുത്തിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, വെറുതെ ചോദിച്ചതാണോ? അത്രയും വിലയൊന്നുമില്ല, കളിയാക്കുന്ന രീതിയിൽ ചുമ്മാതെ വന്ന് പറഞ്ഞതാണ്. 35,000 വെള്ളി നാണയം തന്നാ ഞാൻ തരാ. ഉസ്മാൻ തങ്ങൾ പടച്ചവര് ആ മനുഷ്യന്റെ കയ്യിൽ 35,000 വെള്ളി നാണയം കൊടുത്തിട്ട് അവിടെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിക്കുകയാ, അവിടെ നിങ്ങനെ കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവേ, എനിക്ക് സ്വർഗത്തിലൊരു കിണർ തന്നെ തന്നല്ലോ. ഉസ്മാൻ തങ്ങൾ മുത്തുനബിയുടെ ചാരത്ത് ചെല്ലുകയാണ്. നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, ആ കിണർ ഞാൻ വാങ്ങി നബിയേ, അത് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നു നബിയേ. അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ സ്വഭാവം ഇതാടോ, വല്ലാത്ത മനസ്സായിരുന്നു, സഹായിക്കാൻ വല്ലാത്ത മനസ്സായിരുന്നു. ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല, ഒരാളെയും വെറും കയ്യോടെ മടക്കാറില്ല. അല്ലാഹുവേ, ഇന്ന് മുസ്ലിം സമുദായത്തിൽ പലർക്കും ഇല്ലാതെ പോയ ഒരു സ്വഭാവമാണോ സദഖ കൊടുക്കുന്ന ഒരു സ്വഭാവം. അല്ലാഹുവേ, പള്ളികൾക്ക് ചോദിച്ചോ, യതീംഖാനകൾക്ക് വേണ്ടി ചോദിച്ചോ, മദ്രസകൾക്ക് വേണ്ടി ചോദിച്ചോ, പാവങ്ങൾക്ക് വേണ്ടി, ക്യാൻസർ പിടിച്ചു കിടക്കുന്നവർ, കിഡ്നി രോഗികൾ, പ്രയാസങ്ങളിൽ കഴിയുന്നവർ, അവർക്ക് വേണ്ടി ചോദിക്കുമ്പോ പലരും കൊടുക്കാനുള്ള മനസ്സില്ലാതെ പോകുന്നു. എല്ലാവരും വിചാരിക്കുന്നത് കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ, കൊടുത്താ കുറഞ്ഞു പോകുമെന്നാ. ഉണക്കുകാലം വരികയാണ്, പടച്ചവരെ, കിണറ്റിലെ വെള്ളം പറ്റി പോകുമെന്നുള്ള പേടി കാരണം അയൽവാസികൾക്ക് പോലും വെള്ളം കൊടുക്കാത്ത മുസ്ലിമേ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കട്. വരുന്നവന് വെറും കയ്യോടെ മടക്കരുത്. ഏതെങ്കിലും ഒരു മനുഷ്യന് 3 കാര്യങ്ങൾ ചോദിച്ചാൽ, 3 കാര്യങ്ങൾ ചോദിച്ചാ കൊടുക്കാതെ വെറും കയ്യോടെ മടക്കരുത്. അതിലെ ഒരു കാര്യം വെള്ളമാ സഹോദരാ, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഉണ്ടെങ്കിൽ കൊടുക്കട്, ഇല്ല എന്ന് പറഞ്ഞിറക്കി വിടരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൊടുത്തെന്ന് പറഞ്ഞു കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല, കൂടുന്നതല്ലാതെ കുറയൂല. മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു വാരിക്കോരി കൊടുക്കുകയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഏത് കാര്യത്തിനു വേണ്ടി ചോദിച്ചാലും കൊടുക്കടോ. അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കൂ. കഴിഞ്ഞ ഉറൂസിന് വന്നപ്പോ പടച്ചവനെ ഇല്ലാത്ത ഒരു ബിൽഡിംഗ് എന്ന് പുറകിൽ കണ്ടു. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന മക്കൾക്ക് വേണ്ടി പടച്ചവനെ മനോഹരമായ ഒരു ബിൽഡിംഗ് പണിതിട്ടിരിക്കുകയാ. അല്ലാഹുവേ, ആരൊക്കെ അതിനു വേണ്ടി സഹായിച്ചോ അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്.